അടി കൂടെ അങ്ങ് പോകാമോ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന ചാത്തുട്ടി. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ ഓക്കെ, ഞാനും വരാം. എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? തിരിച്ചു വന്നില്ലേ, ബോഡി വീട്ടിലെത്തിക്കണടാ. റീത്ത് പറയട്ടെ പാപ്പാ. കുഴപ്പമില്ലല്ലേ? ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും അഴിച്ചു വൃത്തിയാക്കാൻ അമ്മച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ ദൂരിയിട്ട് ഗ്ലാസ് തുറച്ചു. ആളുമെടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? പെറ്റുമാരെ കൊണ്ടുവരും. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. വെൽഡ് യൂണിറ്റ് കൂടെ സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? സൗണ്ട് ഇല്ല അല്ലേ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. സൗണ്ട് കുറവുണ്ട്. വലിവൊന്നും കുഴപ്പമില്ല. പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു. ഒരു ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കിയിട്ട് അടുത്ത ക്ലച്ച് ഒന്നുകൂടെ ചവിട്ടി. ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് ഈ വണ്ടി ദൂരെ ഓടിച്ചു നോക്കിയാൽ 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് ഞമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. ഡ്രൈവർ ഈ സുഗു ഡ്രൈവർ. അയ്യോ, സ്ക്രൂ ഡ്രൈവർ ഇല്ല. വേണമെങ്കിൽ മോന് 5-16 സ്പാൻഡർ തരാം. അതല്ല, ഈ സുഗു ഡ്രൈവറെ കാണാൻ. ഓഹോ, സുഗുവിനെ കാണാൻ വന്ന. ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കിയോ? ദൂരെ ഓടിച്ചു നോക്കിയായിരുന്നു. വണ്ടി എടുക്കാൻ നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട്. നല്ല സുഖമാണ്. അതെ, വണ്ടിയുടെ ഗിയർ ഇടാൻ വലിയ പാടാണ്. ഇപ്പൊ ശരിയായിട്ടല്ല. വീഴുമ്പോ കൈ കൂടെ മാറി നിൽക്കണോ? സ്റ്റാർട്ടായി പോയല്ലോ. പറഞ്ഞ മനസ്സിലാവൂലേ? ചെറിയ ഡിസ്റ്റൻസിലാണ് ഗിയറല്ല, അടുത്തടുത്തല്ല. ബ്രേക്കല്ല, ബ്രേക്കാണ്. ആളുമെടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? പെറ്റുമാരെ കൊണ്ടുവരും. ബ്രേക്ക് നല്ല ബ്രേക്ക്. ഇതിന്റെ മൈലേജൊക്കെ നോക്കണം കേട്ടോ. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. വെൽഡ് യൂണിറ്റ് കൂടെ ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. അങ്ങനെ നമുക്ക് വേറെ കുറച്ച് വണ്ടി കൂടെ ചെയ്യാം. എന്താണ് നോക്കിക്കളി? ഇതൊന്ന് പൂട്ടിയാണോ? 8 ലക്ഷം രൂപ വേണ്ടേ? വണ്ടിക്കൂലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മന്ത്രിയാണ് വാഹനം ഓടിച്ചു വരുന്നത്.
കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡില് ബസ് പ്രവേശിച്ചിരിക്കുകയാണ്. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയണം. തിരുവനന്തപുരത്ത് പോയിട്ട് വരും.